നമ്മുടെ രാജ്യം മുഴുവൻ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, മതപരമായ രംഗങ്ങളിലെല്ലാം തന്നെ RSSന്റെ സമഗ്രാധിപത്യം നിലനിൽക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് RSSന്റെ തലവൻ മോഹൻ ഭാഗവത് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 100 കൊല്ലം പൂർത്തിയായിട്ടുള്ള RSSന്റെ ഇപ്പോഴത്തെ തലവൻ മോഹൻ ഭാഗവത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് 4 തവണ 2025 പ്രസ്താവിച്ചു. ഏറ്റവും അടുത്ത് കൽക്കട്ടയിൽ നടന്നിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ അവർ വിലമതിക്കുന്നില്ല, ഇന്ത്യൻ ബഹുസ്വരതയെയും വൈവിധ്യങ്ങളെയും ബഹുമാനിക്കുന്നില്ല, ഇന്ത്യയുടെ വ്യത്യസ്ത മതദർശനങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഈ രാജ്യത്ത് മുഴുവൻ നടമാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ ചിന്താഗതികളും വിഷലിപ്തമായിട്ടുള്ള തീവ്രവാദ ആശയങ്ങളെയും പോഷിപ്പിച്ചുകൊണ്ട് RSSന്റെ രണ്ടാമത്തെ തലവനായ ഗോൾവാൾക്കർ എഴുതി വെച്ച വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് മോഡി ഗവൺമെൻറ്. ഇത് മോഡിയുടെയും അമിത്ഷായുടെയും തലച്ചോറിൽ നിന്നും വന്നിട്ടുള്ള വരുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ഇത് ഗോൾവാൾക്കറുടെ വിചാരധാര നടപ്പിലാക്കുകയാണ് ഇന്ത്യയിൽ. ക്രമേണ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ വളരെ ആപൽക്കരമായ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആപൽക്കരമായ ദിശയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യബോധത്തോടുകൂടി, സമത്വബോധത്തോടുകൂടി, സഹിഷ്ണുതാ മനോഭാവത്തോടുകൂടി ജീവിക്കണമെങ്കിൽ അതിന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് RSS വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യയുടെ പുരാണങ്ങളെ മുഴുവൻ ദുർവ്യാഖ്യാനിക്കുന്നു. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഖുറാനിനെയും ബൈബിളിനെയും അവർ അവഹേളിക്കുന്നു. ഇന്ത്യയിലെ ഉജ്ജ്വലമായ ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നു. ഇന്ത്യൻ ചരിത്രം മുഴുവൻ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിയെക്കുറിച്ചും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും സർദാർ പട്ടേൽ, മൗലാന ആസാദ്, ഭഗത് സിംഗ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊന്നും ഇന്ത്യയുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് നാഷണൽ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇപ്പോൾ അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു. സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം പല സംസ്ഥാനങ്ങളിലും. അപ്പം അത്തരത്തിലുള്ള ഒരു സിലബസ് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വരണമെന്ന് പറയുമ്പോഴാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗവൺമെൻറ് അതിനെ എതിർക്കുന്നത്. ഒരു രാഷ്ട്രത്തിലെ തലമുറ വ്യത്യസ്ത ദുരന്തപൂർണമായ ഒരു ചരിത്രം പഠിക്കുമ്പോൾ അത് ഏറ്റവും ആപൽക്കരമായൊരു ദിശയിലേക്ക് ആ രാജ്യത്തിനെ എത്തിക്കുമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ RSSന് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് നഥുറാം ഗോഡ്സെയാണ് ഗാന്ധിയെ കൊന്നതെന്ന് പഠിപ്പിക്കാൻ പാടില്ല. ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വളരെ നികൃഷ്ടമായ ജോലികളാണ് ചെയ്തതെന്ന് പറയണം. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പറയുന്നില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരാളായ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് ഒരു പാഠപുസ്തകങ്ങളിലും പറയുന്നില്ല. അങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ ചരിത്ര പുസ്തകം വളർത്തിക്കൊണ്ടുവരുമ്പോൾ വിഭാഗീയ ചിന്താഗതികൾ, വിഷലിപ്തമായ ചിന്താഗതികൾ വളർത്തിയിട്ട് ഇന്ത്യൻ ബഹുസ്വരതയെ, ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിനെ തകർത്തുകൊണ്ട് മണിപ്പൂരും മൊറാദാബാദും ഈ ഗുജറാത്ത് പോലെയുള്ള കലാപങ്ങളും ഉണ്ടാക്കി ഭീഭത്സമായിട്ടുള്ള ഒരു ദിശയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അത്തരത്തിലുള്ള മനുഷ്യവിരുദ്ധമായ പ്രത്യയശാസ്ത്രമായ RSSനെ ഇന്ത്യയിൽ സധൈര്യത്തോടുകൂടി എതിർക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം. ഇന്ന് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം അധികാരത്തിലിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ എല്ലാ സംഭവങ്ങൾ നടന്നപ്പോഴും, വയനാട് ദുരന്തമായാലും പ്രളയമായാലും കോവിഡ് മഹാമാരികളുടെ കാലഘട്ടത്തിലായാലും ഒക്കെ കേരളത്തിൽ ഒരു പൈസ പോലും സഹായം തരാതെ കേന്ദ്ര ഗവൺമെൻറ് അത്രമാത്രം സാമ്പത്തികമായ ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നത്, ഫെഡറൽ തത്വങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, ഭരണഘടനാ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സാമ്പത്തിക സഹായം നിഷേധിക്കുന്നത് അടിസ്ഥാനപരമായി ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ്. ആ കാര്യം എന്താ? RSSന് ഇഷ്ടമില്ലാത്ത പ്രത്യയശാസ്ത്രമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഒരു സഹായവും കൊടുക്കില്ല. അതാണ് ഇതിൻ്റെ ബേസിക് പൊളിറ്റിക്സ്. അടിസ്ഥാന രാഷ്ട്രീയം അതാണ്. ആ അടിസ്ഥാന രാഷ്ട്രീയത്തിന് സധൈര്യം തല ഉയർത്തിക്കൊണ്ടു നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമില്ലെങ്കിലും
മനുഷ്യ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുരന്തത്തിനെ അതിജീവിക്കുമ്പോൾ, വയനാട് പോലെയുള്ള ബീഭത്സമായ ദുരന്തത്തിനെ അതിജീവിച്ചപ്പോൾ, പ്രളയത്തിനെ അതിജീവിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ ശക്തി ആരായിരുന്നു? മനുഷ്യൻ. മനുഷ്യനേക്കാൾ വലിയൊരു ശക്തി ഈ പ്രപഞ്ചത്തിലില്ല. അത് പറഞ്ഞ താത്വികാചാര്യന്റെ പേരാണ് കാറൽ മാർക്സ്. ക്രിസ്തുദേവനും പ്രവാചകനായ നബി തിരുമേനിയും വ്യാസനും രാമനും കൃഷ്ണനുമൊക്കെ മനുഷ്യനെയാണ് ചേർത്ത് പിടിച്ചത്, മാനവികതയാണ് ചേർത്ത് പിടിച്ചത്. മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മതമൗലികവാദ സംഘടനകൾ ചേർത്ത് പിടിക്കുന്നത് മതാനുയായികളെ മാത്രമാണ്. ഏത് മതാനുയായികൾ? തീവ്രമായി ചിന്തിക്കുന്ന മതാനുയായികൾ. ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനതയും ഹിന്ദുക്കളായാലും മുസൽമാനായാലും ക്രൈസ്തവരും ബുദ്ധരും ജൈനരും പാഴ്സികളുമൊക്കെ മതേതര സ്വഭാവമുള്ളവരാണ്. അതിൻ്റെ ഏറ്റവും ചൈതന്യവത്തമായ ഉദാഹരണമാണ് മലപ്പുറം ജില്ല. ഇവിടെ ഏറ്റവും ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതര സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാത്ത ദൃഷ്ടാന്തമാണ്. സഹിഷ്ണുതാബോധത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് മലപ്പുറം ജില്ല. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛനും പൂന്താനവും മേൽപ്പത്തൂരുമെല്ലാം ജനിച്ച് ഈ മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഏറ്റവും അധികം അഭ്യുന്നതിയുണ്ടായിട്ടുള്ള മലയാള സാഹിത്യ ലോകത്തിലെ കുലപതികളായ ഇടശ്ശേരിയും ഉറൂബും MT വാസുദേവൻ നായരും എല്ലാം ജനിച്ച ഭൂമിയാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണ്. എല്ലാവിധ മതസ്ഥാപനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ഭൂമിയാണ് മലപ്പുറത്തിന്റെ മണ്ണ്. ആ മലപ്പുറത്തിന് കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാമുദായിക കക്ഷി നേതാക്കന്മാരുണ്ടാകാം. RSSന്റെ നേതൃത്വം അതിനെ നിരന്തരം മെനക്കെടുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള അസംയുക്തമായ നയപരമായ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അങ്ങനെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മലപ്പുറം ജില്ലയിൽ RSSനെതിരെ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഉയരണമെങ്കിൽ മാനുഷിക ശക്തിയെ സമാഹരിച്ചുകൊണ്ട് മനുഷ്യ മഹാമുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യയിൽ മുഴുവൻ ഉടലെടുക്കണമെന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പറയുമ്പോൾ അത്തരത്തിലുള്ള മഹാമുന്നണിയായിരിക്കണം ഈ മലപ്പുറത്തിലെ ജനത ഉൾക്കൊള്ളേണ്ടത്. അതിന് പൈതൃകമുള്ള ഭൂമിയാണ് തിരൂരങ്ങാടിയുടെ മണ്ഡലം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തി. അതിനു മുമ്പ് പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തി. 1400 മുതൽക്ക് സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ അസന്നിഗ്ധമായ പോരാട്ടം നടത്തിക്കൊണ്ട് ഈ മലപ്പുറത്തിന്റെയും തിരൂരങ്ങാടിയുടെ മണ്ണിനെയും രണാങ്കണത്തിന്റെ ഭൂമിയാക്കി മാറ്റിയ മഹാപ്രതിഭകൾ ജനിച്ച നാടാണിത്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നാട്, അലി മുസ്ലിയാരുടെ നാട്. ഈ മണ്ണിൽ വെച്ച് അലി മുസ്ലിയാരും വരിയെങ്ങുന്ന താമദ് ഹാജിയും KP കേശവ മേനോനും നാരായണ മേനോനും മാധവൻ നായരും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് ആശയത്തിന്റെ വാദഗതികൾ മുളപ്പിച്ചെടുത്തുകൊണ്ട് കിഴക്കേങ്ങാടിയിലെ അലി മുസ്ലിയാർ ദർസ് നടത്തിയിരുന്ന പള്ളിയിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ രൂപീകരിപ്പിക്കപ്പെട്ട മണ്ണാണിത്. ആ ആശയം അലി മുസ്ലിയാർക്കും മറ്റ് ഞാൻ ഈ പറഞ്ഞ ദേശാഭിമാന ബോധത്തിന്റെ പൈതൃകം അനുകരിക്കുന്ന ജനതയ്ക്കും കിട്ടുന്നത് എവിടെന്ന രാഷ്ട്രത്തിനോടുള്ള ആത്മാർത്ഥതയിൽ നിന്ന്, രാഷ്ട്രത്തിനോടുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന്, രാജ്യസ്നേഹത്തിൽ നിന്ന്. ആ രാജ്യസ്നേഹത്തിന്റെ ഫലമായിട്ടാണ് മലബാർ കലാപം ഇവിടെ ഉടലെടുത്തത്. അതിന്റെ ബീജാവാപം നൽകപ്പെട്ട ഉത്ഭവ ഭൂമിയാണ് തിരൂരങ്ങാടി. മമ്പുറം തങ്ങൾമാരുടെയും അറബി തങ്ങൾമാരുടെയും ഉജ്ജ്വലമായ വൈജ്ഞാനിക പ്രവാഹത്തിന്റെ തത്വചിന്തയും വൈജ്ഞാനികമായ സ്രോതസ്സും പണപൊട്ടി ഒഴുകിയിട്ടുള്ള ഭൂമിയാണ് തിരൂരങ്ങാടി. പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം വലിയ പള്ളി സ്ഥാപിച്ചതിന് ശേഷം ആ ഒന്നാമൻ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലഘട്ടത്തിന് ശേഷം രണ്ടാമൻ സൈനുദ്ദീൻ മഖ്ദൂം വരുമ്പോഴാണ് കൂടുതൽ വിജ്ഞാനപ്രദമായിട്ടുള്ള തത്വചിന്ത ലോകമാകമാനം പടർന്ന് പന്തലിക്കുന്നത്. അന്ന് തിരൂരങ്ങാടിയിൽ സ്പെയിനിൽ നിന്നും പോർച്ചുഗീസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ഒക്കെ വിദ്യാർത്ഥികൾ ഈ ദറസിൽ പഠിക്കാൻ വന്നു. പൊന്നാനിയില് സൈനുദ്ദീൻ മഖ്ദൂം തുടങ്ങിയിട്ടുള്ള ദറസുകളിലും പഠിക്കാൻ തുടങ്ങി. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ മണ്ണ് ചരിത്രത്തിന്റെ ഭൂമിയാണ്, വിജ്ഞാനത്തിന്റെ ഭൂമിയാണ്, നോളജ് ഇക്കോണമിയുടെ ഭൂമിയാണ്. വൈജ്ഞാനികമായ സാമ്പത്തിക ഘടന എങ്ങനെ ഒരു പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞ ആദ്യത്തെ തത്വചിന്തകനാണ് അലി മുസ്ലിയാർ. അദ്ദേഹമാണ് വിജ്ഞാനത്തിന്റെ സ്രോതസ് ഇവിടെ പടർത്തിയത്. സാമ്രാജ്യത്തിനെതിരെ ജീവൻ പണയം വെച്ചുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ അണിനിരക്കണമെങ്കിൽ വെറും ആയുധം പോരാ,
മനസ്സ് തയ്യാറാകണം. ആ മനസ്സിനെ തയ്യാറാക്കുന്നത് ആരാ? ആശയങ്ങളാണ്. ദൃഢമായ രാജ്യസ്നേഹത്തിന്റെ ആശയം. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് റോട്ടിലിറങ്ങിയത് മരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ആശയത്തിന്റെ ശക്തി. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ലോക പ്രശസ്ത സാഹിത്യകാരൻ പറയും, ഏറ്റവും ശക്തി ഐഡിയ ഈസ് പവർഫുൾ ദാൻ എ ബുള്ളറ്റ്. വെടിയുണ്ടകളേക്കാൾ ശക്തിയാണ് ആശയങ്ങൾക്ക്. ആശയത്തിന്റെ പ്രവാഹം പടർന്നൊഴുകിയിട്ടുള്ള ഭൂമിയാണ് തിരൂരങ്ങാടിയുടെ മണ്ണ്. ഈ തിരൂരങ്ങാടിയുടെ പള്ളികൾ മുഴുവൻ ഹിന്ദു മുസ്ലിം ശില്പകലാ വൈദഗ്ധ്യത്തിന്റെ സമന്വയമാണ്. അത് കരുതിക്കുട്ടി ചെയ്തതാണ്. അലി മുസ്ലിയാർ സ്ഥാപിച്ചിട്ടുള്ള ആ പള്ളി പോലും ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സമന്വയമായിട്ട് നിലനിൽക്കുന്നതും, പൊന്നാനി വലിയ ജമാഅത്ത് പള്ളി വലിയ ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സമന്വയമായി നിലനിൽക്കുന്നത് തദ്ദേശീയ സംസ്കാരത്തിന്റെ കോർത്തിണക്കലാണ്. മുഗൾ രാജവംശത്തിന്റെ സംസ്കാരമോ ഈജിപ്ഷ്യൻ സംസ്കാരമോ ഒന്നുമല്ല അവർ ചേർത്ത് പിടിച്ചത്. മനുഷ്യ സ്നേഹത്തിന്റെ സംസ്കാരം, മാനവികതയുടെ സംസ്കാരം, അതാണ് ഇവിടെ ചേർത്ത് പിടിച്ച് അന്ന് മുതൽ പടർന്നൊഴുകിയിട്ടുള്ള സ്നേഹത്തിന്റെ ഗാഥകൾ, പോരാട്ടത്തിന്റെ ഗാഥകൾ, സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധകാകളങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഭൂമിയിൽ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് പട്ടാളം ഇറങ്ങിയപ്പോൾ ആ ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ മുഴുവൻ വളഞ്ഞുകൊണ്ട് ഒരു പോരാട്ടത്തിന്റെ ഏറ്റവും ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ അവരോട് ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ നാന്ദി കുറിച്ച യുഗപ്രഭാവന്റെ നാടാണ്. ആ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണിൽ ഇപ്പോഴും ആ പൈതൃകം അലങ്കരിക്കുന്ന ജനതയുണ്ട് ഇവിടെ. കഴിഞ്ഞ 10-12 ദിവസമായി ഞാനും കൂടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും വ്യത്യസ്ത വീടുകളിലൊക്കെ സഞ്ചരിച്ചപ്പോൾ തിരൂരങ്ങാടിയിൽ കിഴക്കേങ്ങാടിയിലൊക്കെ ഒരുപാട് വീടുകളിൽ പോകാനിട വന്നപ്പോൾ അവിടെയൊക്കെ മലബാർ കലാപത്തിൽ തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികളുടെ പേരക്കുട്ടികളെ കണ്ടു, അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു. എന്തൊരു മനോഹരമായ ചരിത്ര മുഹൂർത്തങ്ങളുള്ള മണ്ണാണിത്. ആ മണ്ണിൽ ജനതതി മുന്നോട്ട് പോകണ്ടേ? ചരിത്രം ഉറങ്ങിക്കിടന്നാൽ മാത്രം പോരല്ലോ, ചരിത്രത്തിനെ മുന്നോട്ട് നയിക്കണ്ടേ? പഴയ കാലഘട്ടത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പ്രതിഭാസത്തിനെയാണ് മനുഷ്യൻ എന്ന് പറയുക. മനുഷ്യൻ എപ്പോഴും ഭൂതകാലത്തിൽ ജീവിച്ചാൽ പോരാ, മനുഷ്യൻ ഭാവിയെ ഉറ്റുനോക്കണം. ഭാവിയെ ഉറ്റുനോക്കണമെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നിന്ന് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ചിന്തയുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഒരു നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും സാമൂഹിക സാമ്പത്തിക സാമൂഹിക നേതൃത്വമാണെങ്കിലും ഏത് നേതൃത്വത്തിനും ഇച്ഛാശക്തി വേണം, ലക്ഷ്യബോധം വേണം, നിശ്ചയദാർഢ്യം വേണം, ഭാവന വേണം, ശുഭാപ്തി വിശ്വാസം വേണം. കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി തിരൂരങ്ങാടി വികസനത്തിന്റെ പിന്നോട്ട് പോയതിന്റെ കാരണം ഈ പറഞ്ഞ നിശ്ചയദാർഢ്യവും വികസന ലക്ഷ്യങ്ങളും ശുഭാപ്തി വിശ്വാസവും ആശയ പ്രതിബദ്ധതയും ഇല്ലാത്ത നേതൃത്വത്തിന്റെ നിലനിൽപ്പിന്റെ പരിണിത ഫലമാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രക്രിയ നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. രാഷ്ട്രീയം മാറ്റിവെക്കൂ, ജാതിമത ചിന്തകൾ മാറ്റിവെക്കൂ, എന്നിട്ട് അതിനെ സൂക്ഷിച്ചു നോക്കൂ. ഇതിന്റെ അപ്പുറത്ത് കൂടെ പോകുന്ന NH60 ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടാകാം. ഓരോ വികസന പ്രക്രിയയും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് വളരെയധികം പക്ഷപാതരഹിതമായിട്ടുള്ള കണ്ണുകളോടുകൂടി നമ്മൾ നോക്കണം. ആശുപത്രികളിലെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക പെൻഷന്റെ രംഗത്തുമെല്ലാം ഈ കേരള ഗവൺമെന്റ് 957 മുതൽ ഇന്നേ വരെ നിലനിന്നിട്ടുള്ള ഗവൺമെന്റുകളെക്കാൾ മുന്നോട്ട് കടന്നുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെന്റിനെ സഹായിച്ചത് ഈ പറഞ്ഞ ആശയ ദൃഢതയും ഇച്ഛാശക്തിയുമാണ്. വയനാട് ദുരന്തത്തിനെ അതിജീവിച്ചുകൊണ്ട് 200 ചെല്ലാൻ വീടുകൾ തുറക്കപ്പെട്ടപ്പോൾ അത് ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ്, മാനവിക പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമാണ്, സ്നേഹത്തിന്റെ പര്യായമാണത്. അവിടെയാണ് ഇടതുപക്ഷം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരക്തമാകുന്നത്. എന്നാൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇടതുപക്ഷം എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുകൊണ്ടും അതിനെ ഒന്ന് അഭിനന്ദിക്കാൻ, അതിനെ ഒന്ന് ശ്ലാഘിക്കാൻ UDF തയ്യാറാകുന്നില്ല. RSS ആണെങ്കിൽ അവരോ ചെയ്തത് മാത്രം പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ മുഴുവൻ. അവരെല്ലാവരെയും എതിർക്കുന്നു. കേരളത്തിൽ RSSഉം UDFഉം ഈ കേരളത്തിലെ കുത്തക മാധ്യമ പത്രങ്ങളും ടെലിവിഷൻ ശൃംഖലകളും സോഷ്യൽ മീഡിയ സിസ്റ്റംസും എല്ലാം ഇടതുപക്ഷത്തിനെതിരെ. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലല്ല, കഴിഞ്ഞ 10-15 വർഷമായി
ചുറ്റും ശത്രുക്കളാൽ വളയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാരണം ഈ നയം ആർക്കും ഇഷ്ടമാവുകയില്ല. മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യത്തിന് കിഞ്ചനമാകുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. അവർക്ക് ആശ്രിത വത്സന്മാരായിട്ട് നിൽക്കണം. 5000 കോടി രൂപ മുടക്കിക്കൊണ്ട് ഏറ്റവും വലിയ ലോകത്തിലെ 4ാമത്തെ സമ്പന്നന്റെ വിവാഹം ഇന്ത്യയിൽ നടത്തപ്പെട്ടത് 1 കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പെയാണ്. മുകേഷ് അംബാനിയുടെ മകന്റെ 5000 കോടി രൂപ മുടക്കിക്കൊണ്ട് ഇന്ത്യയിൽ കല്യാണം നടത്തപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ 70% വരുന്ന ജനതതി ആ കല്യാണം ഫേസ്ബുക്കിൽ റീൽസ് കണ്ടു നിന്ന് ആഹ്ലാദ നിർഭരരായി. അത് കണ്ട് ആസ്വദിച്ചു. ഇന്ത്യയിലെ മാർക്ക് സുക്കൻബർഗ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഉടമസ്ഥൻ പറഞ്ഞത് ഇന്ത്യയിൽ 75% ജനങ്ങൾക്കും ഈ ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ഉണ്ടെന്നാണ്. അവരത് ആനന്ദ നിർഭരരായിട്ടിരുന്ന് കണ്ട് ആസ്വദിച്ചു. അവിടെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ വൈരുദ്ധ്യം വരുന്നത്. 5000 കോടി രൂപ മുടക്കിയിട്ട് ഒരാൾ കല്യാണം നടത്തുന്ന അയാളുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം. പക്ഷെ അപ്പുറത്തോ ഇന്ത്യൻ ജനതയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ 30% പേർക്ക് 2 നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. കുടിവെള്ളമില്ല, ശുദ്ധജലമില്ല, ശുദ്ധവായുവില്ല, തൊഴിലില്ല, സ്ത്രീ സമത്വമില്ല. ഇതൊന്നുമില്ലാത്ത സമൂഹത്തിൽ രാജ്യത്ത് എന്ത് ജനാധിപത്യം, എന്ത് സമത്വം, എന്ത് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ച ആളുടെ പേരാണ് ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ അമർത്യ സെൻ. അമർത്യ സെൻ നരേന്ദ്രമോദിയോടും മൻമോഹൻ സിംഗിനോടും ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിലെല്ലാം ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയിട്ട് 2017-18 ഇറങ്ങിയ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിലൊക്കെ ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ചോദിക്കുന്നുണ്ട്. മുൻ റിസർവ് ബാങ്ക് രഘുറാം രാജൻ ചോദിക്കുന്നുണ്ട്. അത്രയുള്ള വൈരുദ്ധ്യമാണ്, സാമ്പത്തിക വൈരുദ്ധ്യമാണ് ഇന്ത്യയിൽ. ഒരുപാട് അത്യുന്നതമായ ശത കോടീശ്വരന്മാർ, മകുമാത്ത് ദരിദ്ര നാരായണന്മാർ. ഇതാണോ ഇന്ത്യ? അങ്ങനെയുള്ളൊരു ഇന്ത്യയിലാണ് കേരള ഗവൺമെന്റ് സാമൂഹിക പെൻഷൻ കൊടുക്കുന്നത്. 2000 രൂപ കൊടുക്കുന്നു എന്നുള്ളതല്ല വിഷയം. ആ കൊടുക്കൽ പ്രക്രിയയുടെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മൂലധന ശക്തികളുടെ രാഷ്ട്രീയത്തിനെതിരാണ്. ലോകത്തിൽ ഇന്ന് 33 വികസിത രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഭരണത്തിലിരിക്കുന്നത് വലതുപക്ഷ ഫാസിസ്റ്റ് ഭീകര ഭരണകൂടങ്ങളാണ്. ട്രംപ്, പുടിൻ, നരേന്ദ്രമോദി, എർഡോഗാൻ തുടങ്ങിയിട്ടുള്ള ഇറ്റലിയിലെ ജോർജിയ മെലോണി തുടങ്ങിയിട്ടുള്ള ഭരണകൂടത്തിന്റെ അധിപന്മാർ മുഴുവൻ വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളാണ്, മനുഷ്യവിരുദ്ധ ഭരണകൂടങ്ങൾ. ഏറ്റവും ഭീകരനായ നെത്യാന്യാഹു ഭരിക്കുന്ന ഇസ്രായേലിലടക്കം മനുഷ്യനെ ഒഴികെ ബാക്കി എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു കിരാത ഭരണത്തിന്റെ വക്താവായ നെത്യാന്യാഹുവിന്റെ രാഷ്ട്രം ഉൾപ്പെടെ ഒരു സാമൂഹിക ക്ഷേമ അലവൻസുകളും ഒരു ജനതയ്ക്കും കൊടുക്കുന്നില്ല. അമേരിക്കയിലെയും ജർമ്മനിയിലെയും ഇറ്റലിയിലും ഒക്കെ സോഷ്യൽ വെൽഫെയർ സ്കീംസിനെ അവർ കുറച്ചു കൊണ്ടുവരുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ ഏർപ്പാടില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്.